ലൈംഗിക അധിക്ഷേപ കേസിൽ റിമാൻഡിലായ ബോബി ചെമ്മണ്ണൂർ ഇന്ന് വീണ്ടും ജാമ്യാപേക്ഷ നൽകും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി സമീപിക്കുമെന്നാണ് അഭിഭാഷകൻ അറിയിച്ചിട്ടുള്ളത്. ഹൈക്കോടതിയിൽ ഹർജി നൽകുമെന്നും പറയുന്നുണ്ട്. രാജേഷുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. രാജേഷ്, മണിക്കൂറുകൾ നീണ്ട നാടകീയ രംഗങ്ങൾക്കൊടുവിൽ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുന്നു, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു, അതിനുശേഷം കോടതിയിലെത്തിച്ച് അദ്ദേഹത്തിനെ ഇപ്പോൾ റിമാൻഡിലാക്കിയിരിക്കുകയാണ്. അതിനിടയിലാണ് അദ്ദേഹം ജാമ്യാപേക്ഷയുമായി രംഗപ്രവേശനം ചെയ്യുന്നത്. എന്തായാലും വീണ്ടും അദ്ദേഹം ഒട്ടും പുറകിലോട്ട് പോകുന്നില്ല, ജാമ്യാപേക്ഷ നൽകുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ? ഭദ്ര, നടി ഹണി റോസിനെതിരായ ലൈംഗികാധിക്ഷേപ കേസിൽ പ്രമുഖ വ്യവസായിയായ ബോബി ചെമ്മണ്ണൂർ ഇന്നും വീണ്ടും ഒരു ജാമ്യാപേക്ഷ നൽകും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിക്കുമെന്നാണ് പ്രതിഭാഗം വക്കീല് മാധ്യമങ്ങൾ അറിയിച്ചിട്ടുള്ളത്. ഹൈക്കോടതിയിലും ഒരു ജാമ്യാപേക്ഷത്തിന് ഹർജി നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും റിമാൻഡിലായിരിക്കുന്ന ബോബി ചെമ്മണ്ണൂർ ഇന്നലെ രാത്രിയോടെ എറണാകുളം ജില്ലാ ജയിലിലാണ്. അതേസമയം തന്നെ ഇന്നലത്തോടെ 14 ദിവസത്തേക്ക് പ്രമുഖ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെ CJM കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു. ഈ ലൈംഗികാധിക്ഷേപ കേസിൽ വ്യവസായിയായ ബോബി ചെമ്മണ്ണൂർ ഇന്നും ഒരു ജാമ്യാപേക്ഷ നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഒരു ഇന്ത്യൻ ഭാരതീയ ന്യായ സംഹിത വകുപ്പ് 75 പ്രകാരം ഉപവകുപ്പ് 1-4 വകുപ്പ് പ്രകാരം ബോബി ചെമ്മണ്ണൂർ ലൈംഗിക താല്പര്യത്തോടെ സ്പർശിച്ചു എന്നും ഒരു മോശം ഭാഷയിൽ സംസാരിച്ചു എന്നുമാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ പ്രോസിക്യൂഷൻ വാദം. അതേസമയം തന്നെ ഇന്നലെ ഒരു വലിയ ഭദ്ര പറഞ്ഞപ്പോൾ തന്നെ ഒരു വലിയ നാടകീയതയാണ് ഇന്നലെ ബോബി ചെമ്മണ്ണൂരിനെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുവന്ന ആശുപത്രി പരിസരത്തിലാണ് ഉണ്ടായത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബോബി ചെമ്മണ്ണൂരെ കൊണ്ടുപോയ വാഹനം തടഞ്ഞ ബോച്ച അനുകൂലികൾ എന്ന് പരാമർശിക്കുന്ന അനുകൂലികൾ വാഹനം തടഞ്ഞിരുന്നു. അത് വലിയൊരു സംഘർഷത്തിലേക്കെല്ലാം നയിച്ചിരുന്നു. ഇതിനുമേൽ പോലീസ് നടപടി സ്വീകരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ എന്ന് കേസെടുത്ത് കണ്ടാലറിയുന്ന വിവിധ മറ്റുള്ളവർക്കെതിരെ കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. എറണാകുളം ജില്ലാ ആശുപത്രിയിൽ പരിസരത്ത് വെച്ചാണ് ഇതുപോലെ ബോബി ചെമ്മണ്ണൂർ അനുകൂലികൾ ഈ വാഹനം തടഞ്ഞതും ഒരു സംഘർഷാവസ്ഥ ഉണ്ടാക്കിയതും. ഇതിൽ പോലീസ് ഈ അനുകൂലികൾക്കെതിരെ കേസെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ബോബി ചെമ്മണ്ണൂർ ഒരു പിടി ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടി ഒരു പിടി മുന്നോട്ട് വെക്കുമ്പോൾ അതിനെ എതിർക്കു വേണ്ടി ഒരു പ്രോസിക്യൂഷനും കേരള പോലീസും ഒരു 2 അടി മുന്നോട്ട് വെക്കുമെന്ന് പറയാൻ സാധിക്കും. അതായിരുന്നു ഇന്നലെ CJM കോടതി നടന്ന പ്രോസിക്യൂഷൻ വാദം. പ്രതിക്ക് ജാമ്യം നൽകിയാൽ അത് സമൂഹത്തിന് മറ്റൊരു തെറ്റായ മെസ്സേജ് നൽകും എന്നെല്ലാം ഉപയോഗിച്ചും പ്രതി അതിസമ്പന്നനാണ്, രാഷ്ട്രീയത്തിലും മറ്റേ സമൂഹത്തിലെല്ലാം ഒരു വിവിധ പിടിപാടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ജാമ്യം നൽകിയാൽ അത് പൊതുസമൂഹത്തിന് ഒരു മോശം സന്ദേശം നൽകും എന്നെല്ലാം ബാധിച്ചുകൊണ്ടാണ് ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യത്തെ എതിർത്ത് പ്രോസിക്യൂഷൻ വാദം ഇന്നലെ കോടതിയിൽ പറഞ്ഞത്. എന്തായാലും തിങ്കളാഴ്ചയോടെയായിരിക്കും ബോബി ചെമ്മണ്ണൂർ നൽകുന്ന ജാമ്യാപേക്ഷ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കുന്നത്. ഭദ്ര.